ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. നമ്മൾ ഇന്നലെ വെർണിഗറോട് എക്സ്പ്ലോർ ചെയ്തു, പിന്നെ ടൈറ്റൻ ആർട്ടിയ, തൂക്കുപാലൊക്കെ എക്സ്പ്ലോർ ചെയ്തു. നമ്മളത് കഴിഞ്ഞിട്ട് ബ്രൗൺ ലാഗേ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്താണ് സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത്. എയർബിഎൻബി ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ നൈറ്റ് നമ്മളോട് ഒന്ന് ജസ്റ്റ് ഒരു പിസയൊക്കെ മേടിച്ചിട്ട് അതൊക്കെ കഴിച്ചു വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്നലെ രാത്രി 3 മണിക്ക് എപ്പോഴും കിടന്നുറങ്ങി. എന്നിട്ട് നമ്മളിപ്പോൾ രാവിലെ സമയം 11:30 നമ്മൾ ചെക്കൗട്ട് ചെയ്യുവാണ്. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ നേരെ ക്വിൻഡലൻബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അത് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മുടെ പരിപാടി തീർക്കും. അതാണ് പരിപാടി. അപ്പോൾ വെൽക്കം ടു ജോളി ഡേയ്സ് സൺഡേ ട്രിപ്പ് വിത്ത് സിബ്ലിങ്സ്, ഡേ നമ്പർ 2. ഇതായിട്ട് നമ്മുടെ സ്റ്റേ. ഇവിടെ ബാത്റൂമൊക്കെ ഉണ്ട്. ബാത്റൂം സിറ്റുവേഷൻ, അതാണ് നമ്മുടെ റൂം സിറ്റുവേഷൻ. അത് കഴിഞ്ഞ ഗ്യാസിൽ കഴിച്ചിട്ട് ഓട്ടോ നമ്മൾ അവിടെ കറങ്ങി ഫുഡും കഴിച്ച് ഗ്യാസിലേക്ക് ഇടാം. അതായത് ക്വിൻഡലൻബർഗ് ഗ്യാസുണ്ട്, അതിലൊരു ചർച്ചുണ്ട്, ചർച്ച് ഓഫ് സെൻസ്. ബ്രൗൺ ലാഗേ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അത് ആക്ച്വലി വെർണിഗറോയുടെ അടുത്തുള്ള ഒരു സ്ഥലമായിരുന്നു. അത്യാവശ്യം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെന്നാണ് തോന്നുന്നത്, കാരണം കുറേ വേറെ രജിസ്ട്രേഷനിലുള്ള വണ്ടികൾ ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ താമസിച്ച സ്ഥലത്ത് നിന്ന് നിയർലി 50 മിനിറ്റാണ് ക്വിൻഡലൻബർഗിലേക്കുള്ളത്. ഞങ്ങളപ്പോൾ രാവിലെ തന്നെ സ്ഥലമൊക്കെ കാണണമല്ലോ, പിന്നെ അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്കും പോകണമല്ലോ എന്ന് വെച്ചുകൊണ്ട് ഇറങ്ങി. ഈ ഏരിയ മൊത്തം മലയും കുന്നും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്, ഹാർസിൻ്റെ. അപ്പോൾ മല കയറി ഇറങ്ങി ആ ഒരു വഴി, അങ്ങനെ ഒരു രീതിയിലാണ് പോകുന്നത്. പിന്നെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയായിരുന്നു, അത്യാവശ്യം നല്ല വാമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു. പക്ഷേ വഴിയിൽ അത്ര കൺജഷനൊന്നും തോന്നിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു എന്തോ സൈക്കിൾ മാരത്തൺ എന്തോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരെ കണ്ടു. പിന്നെ സൈഡിൽ കൂടെയൊക്കെ നല്ല ലാവൻഡർ നിറത്തിലുള്ള പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കണം കണ്ടു. ഈ കാണുന്ന റെയിൽവേ പാളം കണ്ടോ? ഇത് ആക്ച്വലി നമ്മുടെ ഹാർസ് നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഒരു ഹാരി പോട്ടറിലെ പോലത്തെ ഒരു ട്രെയിനല്ലേ കാണുന്നത്. അപ്പോൾ ആ ട്രെയിനിൻ്റെ റെയിൽവേ പാളമാണ് നമ്മൾ ആ സൈഡിൽ കാണുന്നത്. വിൻ്റർ സമയം ആകുമ്പോഴത്തേക്കും ഈ എൻ്റയർ ഏരിയ മൊത്തം മഞ്ഞായിരിക്കും. അപ്പോൾ ഈ മഞ്ഞയ്ക്കടെ ആ ചുമന്ന കളറിലുള്ള നല്ല രസമുള്ള ട്രെയിൻ പോകണമാണ്, നല്ല ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ ട്രാക്കാണിത്. അപ്പോൾ ഈ മലക്കടയൊക്കെ ഇറങ്ങി കയറിയിട്ടാണ് ഈ ട്രെയിൻ ആക്ച്വലി ട്രാവൽ ചെയ്യുന്നത്. ഈ ഏരിയ മൊത്തത്തിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു, കാരണം അത്യാവശ്യം നല്ല ക്ലൈമറ്റും നല്ലതാണ്, അധികം റഷൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത്. ഇതവിടെ ഉള്ളൊരു ക്യാസലാണ്. അപ്പോൾ ഈ ക്യാസലിൻ്റെ പാർക്കിങ്ങിലേക്കാണ് ഞങ്ങൾ നേരെ വന്നത്. അപ്പോൾ ഇവിടെ വണ്ടി ഇട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ സിറ്റി മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് ക്യാസൽ കാണാം എന്നുള്ള രീതിയിൽ വെച്ചിട്ട് ഞങ്ങൾ വണ്ടി നേരെ ഇവിടെ വന്ന് ഇട്ട് ഇതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നു. ഈ ക്വിൻഡലൻബർഗ് സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ ഒരു ആഷ് പോഷ് ആയിട്ടുള്ളതൊന്നുമല്ല, ഒരു വെരി ഹെറിറ്റേജ് സെറ്റപ്പിലുള്ള ഒരു വളരെ ഓൾഡ് ആൻഡ് ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു സിറ്റിയാണ്. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു, കാരണം ഒരു വേറെ വൈബാണ്. ഇപ്പം നമ്മളിപ്പോൾ ബെർലിനിൽ നിന്നോ അല്ലെങ്കിൽ മ്യൂണിക്കിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ ഫ്രാങ്ക്ഫർട്ട് അങ്ങനെ ഒരു ഹെക്ടിക് ആയിട്ടുള്ള ടൗണിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഹലോ, അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ക്വിൻഡലൻബർഗ് എത്തി. ജോബി മിജോണും കൂടെയാണ് ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ച് കിടക്കണേ. ഇവിടെ ഒരു ക്യാസലുണ്ട്, നമ്മൾ ആ ക്യാസലിൽ കാണാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ വിക്കി ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ബാക്കി എല്ലാവരും അവരുണ്ടത് അവിടെ ഫ്രണ്ടിൽ അവർ പോകുന്നുണ്ട്. ഞാൻ പറയൽ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ അവരുടെ ഒപ്പം നടക്കുന്നു. ഈ ഒരു ഏരിയയിൽ 2 സൈഡിലായിട്ടും കുറേ റെസ്റ്റോറൻറ്റ്സും കോഫി ഷോപ്സും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇങ്ങനെ പൊളിഞ്ഞ് ചാടി കിടക്കുന്ന ലുക്കിൽ ഒരു അടിപൊളി കോഫി ഷോപ്പും ഉണ്ട്. ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, കാരണം ഒരു റസ്റ്റിക്കായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലത്തെ ഒരു അടിപൊളി വൈബായിരുന്നു അതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ മേളിൽ സീലിംഗ് ഒന്നുമില്ല, അതൊക്കെ പൊളിഞ്ഞ് കിടക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ ഇരുന്ന് കോഫിയൊക്കെ കുടിക്കുന്നുണ്ട്.
ഇത് ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു പള്ളി കയറിയതാണ്. ഞങ്ങൾ ആക്ച്വലി ക്വിൻലൻബർഗിൽ എക്സ്പ്ലോർ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ 2-3 പള്ളികളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പള്ളികളുടെ അകത്തൊക്കെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എൻട്രൻസ് ഫീ ഒന്നും ഇല്ല കേട്ടോ, നമുക്ക് ഫ്രീ ആയിട്ട് കയറാം. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പള്ളികളൊക്കെ ഒരു റസ്റ്റിക് വൈബിലാണ് അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ തന്നെ ഒരു പഴകിയ മണം ഉണ്ടായിരുന്നു ഈ പള്ളിക്കകത്ത് കയറി കഴിയുമ്പോൾ. പിന്നെ വളരെ കുറച്ച് ആൾക്കാരാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഈ ആൾക്കാരൊക്കെ ഇവരെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവരൊക്കെ ടൂറിസ്റ്റുകളാണ്. അപ്പോൾ അവർ വന്നിട്ട് ജസ്റ്റ് വീഡിയോയും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാരാണെങ്കിലും ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറി ജസ്റ്റ് അതിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ പള്ളിയുടെ അകത്ത് കയറി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നമ്മൾ വെർണിഗറോഡയിൽ കണ്ട പോലെ തന്നെ ഹാഫ് ടിമ്പേർഡ് ഹൗസസ് ആണ് ഇവിടെയാണെങ്കിലും ഉള്ളത്. പിന്നെ എല്ലാ വീടുകളിലും തന്നെയാണെങ്കിലും അല്ലെങ്കിൽ ബിൽഡിങ്സ് തന്നെയാണെങ്കിലും ഇങ്ങനെ സ്ലാൻഡ് ചെയ്ത്, നമ്മൾ വെർണിഗറോഡയിൽ കണ്ടു കഴിഞ്ഞപ്പോഴും ഇങ്ങനെ ഓരോ ബിൽഡിങ്സ് ഇങ്ങനെ സ്ലാൻഡ് ചെയ്ത പോലെ കണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ലാൻഡഡ് ഹൗസസ് കുറേ നമുക്കിവിടെ കാണാൻ പറ്റി. പിന്നെ നമ്മൾ നടക്കുന്ന സ്ട്രീറ്റ്സ് അക്രോസ് കുറേ നല്ല ഷോപ്സും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ അടിപൊളിയല്ലേ, ഇത് മൊത്തം സെറ്റാ. ഗ്ലെൻമോർഗൻ്റെ ഇത് വിത്ത് പൈപ്പ് മൊറാഞ്ചി ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഈ ക്വിൻലൻബർഗും വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ അകത്തുള്ള ഒരു സിറ്റിയാണ്. ഇതിൻ്റെ ശരിക്കും ഒഫീഷ്യൽ നെയിം വരുന്നത് വേൾഡ് ഹെറിറ്റേജ് സിറ്റി ഓഫ് ക്വിൻലൻബർഗ് എന്നാണ്. ഇത് സാക്സൺ ആൻഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൻ്റെ അകത്താണ് ഈ സിറ്റി വരുന്നത്. പിന്നെ ഈ സിറ്റി ആക്ച്വലി നമ്മുടെ ജർമ്മനിയിലെ ലാർജസ്റ്റ് ലാൻഡ് മോണുമെൻറ്റ്സിൽ ഒന്നാണ്. അതായത് ഈ എൻ്റയർ ലാൻഡ് എന്ന് പറയുന്നത് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ വരുന്നത് കൊണ്ട് ഒരു മോണുമെൻ്റ് എന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് ഇതിനെ കണക്കാക്കണേ. പിന്നെ ഇവിടെയാണെങ്കിലും ഇഷ്ടം പോലെ കോബിൾ സ്റ്റോൺ സ്ട്രീറ്റ്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ സ്ട്രീറ്റ് ആകണ്ട ഇതുപോലത്തെ ഇങ്ങനെ കല്ല് പാവിയ സ്ട്രീറ്റ്സ് ആണ് ഈ എൻ്റയർ സിറ്റിക്കകത്ത്. ഞങ്ങളിതിൽ കൂടെ നടക്കാൻ നേരത്തെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ആൾക്കാർ വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ വണ്ടികളാണെങ്കിലും അധികം ഉണ്ടായിരുന്നില്ല. ഒരു സൺഡേ ആയിരുന്നു, ഭയങ്കര ഒരു പീസ്ഫുൾ സമയം പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ഒരു തിരക്കോ ബഹളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ ഓൾറെഡി താമസിക്കുന്ന ആൾക്കാരുടെ വണ്ടികൾ അവിടെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ നമ്മളീ നടക്കുന്ന വഴി കിടന്നും അധികം വണ്ടികൾ വരുന്നതായിട്ടൊന്നും കണ്ടില്ല. അതുപോലെ ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും അവർ കൂടുതലും ആ ഒരു മെയിൻ സെൻറ്റർ ഏരിയയിലൊക്കെ ഏതെങ്കിലും കോഫി ഷോപ്പിലിരുന്നു കോഫി കുടിക്കുകയോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുകയോ അങ്ങനെ ഒരു ഇതായിരുന്നു. ഒരു റഷ് നമ്മളങ്ങനെ കണ്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു മെയിൻ സെൻറ്റർ വന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുറേ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കാനും അങ്ങനെ ഒരു ചെറിയൊരു തിരക്ക് ഫീൽ ചെയ്തു. അത്രേ ഉള്ളൂ കേട്ടോ. ഇത് ഞങ്ങൾ അവിടെ കണ്ട വേറൊരു പള്ളിയാണ്. ഓൾമോസ്റ്റ് എല്ലാ പള്ളിക്കും സെയിം വൈബ് തന്നെയായിരുന്നു. ഒരു റസ്റ്റിക് വൈബും പിന്നെ ഒരു പഴകിയ മണവും ഒക്കെ ആയിട്ട്. 2 ചർച്ചിനും അത്യാവശ്യം നല്ല രീതിയിൽ സിമിലാരിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊരു സ്പെഷ്യാലിറ്റി ഈ പള്ളിയിൽ ഞങ്ങൾ കണ്ടതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി സൈഡിലായിട്ട് അവർ കുറേ ടോയ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ വന്നപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് കളിക്കാമെന്നുള്ള മട്ടിന്. പിന്നെ ഈ പള്ളിയിലേക്ക് ഞങ്ങൾ എൻ്റർ ചെയ്തപ്പോഴത്തേക്കും എന്തോ ഒരു ക്രിമേഷൻ എന്തോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം എൻട്രൻസിൻ്റെ അവിടെ കുറേ പൂവും കുറേ കറുത്ത് കൊടിയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ മെയിൻ സെൻറ്ററിലേക്ക് നടക്കുന്നതാണ് ഈ കാണുന്നത്. ഞങ്ങൾ ഈ സിറ്റി മൊത്തത്തിൽ ഒന്ന് റൗണ്ട് അടിച്ച് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുള്ള് നടന്നാണ് എക്സ്പ്ലോർ ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം നടന്നത് ഈ സിറ്റിയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അത് കഴിഞ്ഞ് പിന്നെ കറങ്ങി വന്ന് സിറ്റിയുടെ അകത്തേക്ക് എൻ്റർ ചെയ്യുകയാണ് ചെയ്തത്. ഈ സിറ്റിയുടെ അകത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി കാണാൻ പറ്റും റോഡിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിൽ കടകളൊക്കെ ഓപ്പൺ ആണ്. മറ്റേ ഏരിയയിൽ കടകളൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു സൺഡേ ആയതുകൊണ്ട്. പക്ഷെ സെൻറ്റർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ കടകളൊക്കെ ഓപ്പൺ ആണ്. ആ ഒരു ലെവലിൽ നമുക്ക് കാണാൻ പറ്റി. പിന്നെ എവിടെ ചെന്നാലും നമുക്ക് ഇഷ്ടംമാതിരി ഇന്ത്യക്കാരുണ്ടല്ലോ, അപ്പോൾ അത്യാവശ്യം ഇന്ത്യക്കാരെയും കാണുന്നുണ്ടായിരുന്നു കേട്ടോ.
ഈ ഒരു സിറ്റിയുടെ അകത്ത് പല സ്ഥലങ്ങളിലായിട്ട് നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. അതായത് നമുക്കൊരു പോർട്രേറ്റ് മോഡൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നല്ല കോർണേഴ്സ് ഉണ്ടായിരുന്നു. ഇതിവിടുത്തെ ബിൽഡിങ്സ് മൊത്തത്തിൽ ഇങ്ങനെ ഹാഫ് ടിമ്പേർഡ് ബിൽഡിങ്സ് ആയതുകൊണ്ടും പിന്നെ ഒരു മൊത്തത്തിലൊരു ദുരൂഹതയുള്ള ഒരു സിറ്റി പോലെ എനിക്ക് തോന്നി. കാരണം ആ ഒരു സിറ്റിയുടെ വൈബ് അങ്ങനെയാണ്, അവിടുത്തെ ബിൽഡിങ്സിൻ്റെ വൈബ് അങ്ങനെയാണ്. പിന്നെ കുറേ സീക്രട്ട് കോർണേഴ്സ് പോലത്തെ കുറേ ഇടുങ്ങിയ വഴികളും അങ്ങനത്തെ ഒരു വൈബൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു നല്ല ഒരു ഇതായിട്ടാണ് തോന്നിയത്. ഇവിടെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ റെഡ് ഇത് കണ്ടോ, അവിടെ ആക്ച്വലി എന്താണ് എൻട്രൻസ് ടു ഹെൽ എന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു റെസ്റ്റോറൻ്റാണ്, പക്ഷേ ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് എൻട്രൻസ് ടു ഹെൽ എന്നാണ്. മൊത്തത്തിൽ ആ ഒരു രീതിയിലാണ് അവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സോവനിയേഴ്സ് എന്തെങ്കിലും മേടിക്കുകയാണെങ്കിലും അതെല്ലാം വിച്ചിൻ്റെ അല്ലെങ്കിൽ ഒരു മന്ത്രവാദത്തിൻ്റെ കണക്ട് ചെയ്തിട്ടുള്ള സോവനിയേഴ്സാണ്. പിന്നെ നിങ്ങളിപ്പോൾ ഹാർസിൽ എവിടെ വന്നു കഴിഞ്ഞാലും ഒരു വിച്ചിൻ്റെ ഇതിൽ വെച്ചിട്ടുള്ള ഇത് എവിടെയാണെങ്കിലും കാണാൻ പറ്റും, സോവനിയേഴ്സിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ വിച്ചാണ് മെയിൻ സംഭവം. അതുകൊണ്ട് തന്നെ ഒരു മന്ത്രവാദം ആൻഡ് ആ ഒരു ദുരൂഹത സെറ്റപ്പിലുള്ള സാധനങ്ങളാണ് ഇവിടെ ഫുൾ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതൊരു ഭയങ്കര സ്പൂക്കി ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ഒരു ഫീലിംഗ് ആയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി. ഇതാണ് ഇവിടുത്തെ മെയിൻ സെൻറ്റർ. ഈ ബിൽഡിംഗ് ആണ് ഇവിടുത്തെ റാത്ത് ഹൗസ്, അതായത് മുനിസിപ്പാലിറ്റി. ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇതുപോലെ നല്ല രീതിയിൽ ഈ പ്ലാന്റ് വളർത്തി വിട്ടേക്കുന്നത് കൊണ്ടും പിന്നെ അതിൻ്റെ ഓരോ ജനലക്കയും കറക്റ്റായിട്ട് സെയിം കളറിലുള്ള പൂക്കളും വളർത്തി വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. അവർ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തേക്കണ പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടെ മുമ്പിലൊന്നും കുറേ ആൾക്കാർ ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ജർമ്മനിയിൽ അങ്ങനെ വിഷമുള്ള പാമ്പ് അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനത്തെ ചെടികളൊക്കെ ഇഷ്ടംമാതിരി എല്ലാം ബിൽഡിങ്ങുകളുടെയും വളർന്ന് കാണുന്നത് വളരെ കോമൺ ആണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പാമ്പ് അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. മാത്രമല്ല വീടിനും കേടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യില്ലല്ലോ. പക്ഷേ ഇവിടെ ഭയങ്കര കോമൺ ആണ് ഇങ്ങനെ വീട്ടിൽ കിട ചെടികൾ വളർത്തുക എന്ന് പറയുന്ന ഒരു സംഭവം. ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്. ഇതവിടെ കണ്ടൊരു അടിപൊളി ഡോൾ ഷോപ്പാട്ടോ. എനിക്കിത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ട് അവിടെ ഡോൾസൊക്കെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. എന്നെ ആരെങ്കിലും അവിടെ കളഞ്ഞിട്ട് പോരുമായിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടു കൂടി ഈ കടയിൽ കയറി കിടന്നേനെ. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ എല്ലാ ഡോൾസിനെയും കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റേന്ന് വന്നത്. പക്ഷെ എന്നാലും ഇപ്പം ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും നിയർലി ഒരു 2 മണി 3 മണി സമയമൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റ്സിൻ്റെയും ബ്രേക്ക് ടൈമാണ്. അതായത് ഈ സമയത്ത് അവർ ക്ലോസ്ഡ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അവർ റീഓപ്പൺ ചെയ്യണത് ഒരു 4 മണി ആ സമയത്താണ്. പക്ഷേ ഞങ്ങൾ ഒരു 2-ൻ്റെയും 3-ൻ്റെയും ഇടയ്ക്ക് അങ്ങനെ ഒരു സമയത്തായിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നല്ല അത്യാവശ്യം റേറ്റിംഗ് ഉള്ള ഒതൻറ്റിക് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അത് അവർ ബ്രേക്ക് ടൈമാണ്, ഇനി 4 മണി കഴിഞ്ഞാൽ 5 മണി കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പിന്നെ അവസാനം ഞങ്ങളവിടെ കുറേ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ റെസ്റ്റോറൻറ്റ്, ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ട് കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ കയറുകയാണ് ചെയ്തത്. എക്സ്പ്രഷൻ മാറ്റുക, കണ്ണാടി വെക്കുന്നതല്ലായിരിക്കും. യെസ്, വേണമെങ്കിൽ ഒന്ന്
ഞാൻ ഇവിടുന്ന് ഒരു കോക്ടെയിലാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും ജ്യൂസും കോളയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരു പാസ്തയും ജോബിയും ബാക്കി എല്ലാവരും ബർഗറും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബർഗേഴ്സൊക്കെ നല്ലതായിരുന്നു. എൻ്റെ പാസ്തയ്ക്ക് പ്രത്യേകിച്ചൊരു വികാരം ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരോടും കൂടി കഷ്ടപ്പെട്ടത് കഴിച്ചു തീർക്കുകയാണ് ചെയ്തത്. പക്ഷേ ബർഗേഴ്സ് എല്ലാം നൈസായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ തെണ്ടിത്തിരിയിലാണ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി തിരിച്ചു പോവാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് അങ്ങോട്ടേക്ക് പോവാണ്. ഇനി ഇവിടുത്തെ പരിപാടികൾ വേറെ ഒന്നുമില്ല. നമ്മൾ ട്രിപ്പ് അവസാനിപ്പിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. നേരെ വീട്ടിലേക്ക് പോകുന്ന വഴി എവിടെന്നെങ്കിലും ഫുഡും ഓർഡർ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പിരിയാം എന്നുള്ള രീതിയിലാണ് പ്ലാൻ. പിറ്റേ ദിവസം മൺഡേ ആണ്. മൺഡേ ഞങ്ങൾക്ക് എല്ലാവർക്കും വർക്കിംഗ് ആയതുകൊണ്ട് അധികം ലേറ്റ് ആയാലും സീനാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ട്രിപ്പ് റാപ്പപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു അത്. ഒരു വീക്കെൻഡായിരുന്നു ഉള്ളൂ എങ്കിലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇത് ഞങ്ങൾ ആ തൂക്കുപാലത്തിൻ്റെ അവിടെ പോയപ്പോൾ എടുത്ത ഫോട്ടോ കേട്ടോ. അതൊരു അടിപൊളി പിക്ചറാണ്. അത് ഞങ്ങൾ രണ്ട് പിക്ചർ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഓരോ പിക്ചർ വെച്ച് എടുത്തിട്ടുണ്ട്. അതൊരു നല്ല പിക്ചറായിരുന്നു. അങ്ങനെ ഒരു നല്ല വീക്കെൻഡായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഞങ്ങൾ കുറേ സംസാരിച്ചു. വണ്ടിയിലിരുന്ന് കുറേ സംസാരിച്ചു, വീട്ടിലിരുന്ന് കുറേ സംസാരിച്ചു, കുറേ നടന്ന് എക്സ്പ്ലോർ ചെയ്തു. നല്ല പീസ്ഫുൾ ആൻഡ് കാമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു രണ്ടും. അങ്ങനെ ഞങ്ങൾ ഏകദേശം വീടിൻ്റെ അവിടെയൊക്കെ എത്താറായി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു മന്തി റെസ്റ്റോറൻറ്റിലേക്കാണ്. നല്ല നൈസ് മന്തിയാണ്. അവരിഷ്ടമാതിരി നട്ട്സൊക്കെ ഇട്ടിട്ടൊരു അടിപൊളി മന്തിയാണ്. അപ്പോൾ നേരെ പോയി ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തു. അവിടെ പോയി മന്തിയൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ ടേക്ക് അവേ എടുക്കുകയോ ചെയ്തത്. അപ്പോൾ വീട്ടിൽ വന്ന് മന്തിയൊക്കെ കഴിച്ച് സെറ്റായിട്ട് ചിന്നുമിജോണും പിന്നെ അവർ വീട്ടിലേക്ക് പോയി. കാരണം മൺഡേ അവർക്ക് വർക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ അത് കഴിഞ്ഞ് പെട്ടിയൊക്കെ അൺപാക്ക് ചെയ്ത് സെറ്റായി കുളിച്ച് അടുത്ത ദിവസം മൺഡേയിലേക്ക് വർക്കിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സെറ്റായി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഈ കൊച്ചു വ്ളോഗ്. ശരിക്കും പേര് പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടി വ്ളോഗായിരുന്നു. പക്ഷേ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നൊരു അടിപൊളി വ്ളോഗായിരുന്നു എന്തായാലും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കൊന്നും വേണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വിശേഷങ്ങളായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഞാൻ പോകുന്നു. ബൈ.